ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന വലിയൊരു അവസരമായിരുന്നു നമ്മുടെ LDC എക്സാം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറെ കാലത്തെ പരിഷ്കരണങ്ങളുടെയൊക്കെ 2 തവണ പരീക്ഷകൾ എന്നുള്ള പരിഷ്കരണങ്ങൾക്കൊക്കെ ഒടുവിൽ ഒറ്റത്തവണ പരീക്ഷയുമായിട്ട് PSC വന്ന നമ്മുടെ ഇത്തവണത്തെ LDC പരീക്ഷ നമ്മളെല്ലാവരും എഴുതി. അപ്പോൾ എന്ത് ചെയ്തു? റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ LDC പരീക്ഷ അല്ലെ, നമ്മുടെ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിന് ചില നടപടി വശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഒന്നാം ഘട്ടം നമ്മൾ ക്രോസ് ചെയ്തു. രണ്ടാം ഘട്ടം പരീക്ഷയിൽ നിന്നുള്ള ഒന്നാം ഘട്ടം നമ്മൾ ക്രോസ് ചെയ്തു. അതിലെ ഒരു നിഴൽ സാധ്യതാ പട്ടിക എന്ന് നമ്മൾ പറയും. നമ്മുടെ ഒരു പരീക്ഷ നടന്നു കഴിയുമ്പോഴേക്കും അതിലൊരു നിശ്ചിത കട്ട് ഓഫ് PSC തീരുമാനിക്കും. അതനുസരിച്ച് അവരൊരു സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനെയാണ് നിഴൽ സാധ്യതാ പട്ടിക എന്ന് പറയുന്നത്. അത് നമ്മളിലേക്ക് എത്തിയില്ല ശരിക്കും കേട്ടോ, അത് PSCയിൽ തന്നെ ഉണ്ടാകും. ആ നിഴൽ സാധ്യതാ പട്ടിക PSC തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഉള്ളവരിലേക്ക് അവരൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് നമ്മുടെ PSC പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടും നമ്മുടെ ഫോണിലും മെയിലിലും ഒക്കെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും നമ്മുടെ മെയിലിലും ഒക്കെ നമുക്ക് മെയിൽ വരികയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് എത്തും. അപ്പൊ അതനുസരിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വെരിഫിക്കേഷനും ഒക്കെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ നമുക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ വിഷമിക്കൊന്നും ചെയ്യേണ്ട, വരാത്തവർ വിഷമിക്കൊന്നും ചെയ്യേണ്ട, ഇനിയും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നവർ എന്തൊക്കെ ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 6 ജില്ലകളിലേക്കാണ് നിലവിൽ വന്നിട്ടുള്ളത്. എവിടെയൊക്കെയാണെന്ന് അറിയാലോ? പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം തുടങ്ങി 6 ജില്ലകളിലേക്കാണ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിലവിൽ PSC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലക്കാരൊക്കെ തന്നെയും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ LDCക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക? തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC ആയിരുന്നു അല്ലെ? അപ്പൊ SSLCയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെയോ നമ്മൾ EWS ജനറലിൽ തന്നെ EWS വിഭാഗമാണ് നമ്മളെന്നുണ്ടെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമ്മൾ OBC നോൺ ക്രീമി ആണ് എന്നുണ്ടെങ്കിൽ NCLന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി SC/ST കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ അതത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? കാര്യം എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിനെ ഒരു ഓൺലൈൻ വെരിഫിക്കേഷന് PSC വിധേയമാക്കും. അതിനുശേഷമാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഓർത്തോളുക. അപ്പൊ PSC പറഞ്ഞ അതേ റെസല്യൂഷൻ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ നല്ല ക്ലാരിറ്റിയോടുകൂടി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ പ്രൊഫൈൽ മെസ്സേജിൽ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. PSCയുടെ നമ്മുടെ പ്രൊഫൈലിൽ കയറുക, അതിൽ നമ്മുടെ പ്രൊഫൈൽ മെസ്സേജസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകൂലേ, അതിനകത്ത് നോക്കുക. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓൺ ഓർ ബിഫോർ ഒരു സ്പെസിഫൈഡ് ഡേറ്റ്, ആ ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഡേറ്റ് ആകുന്നത് വരെ നോക്കി നിൽക്കരുത്. കാര്യം നമ്മുടെ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെർവർ ഡൗൺ ആകുന്ന ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. സോ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അനുബന്ധ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാല്ലേ എങ്ങനെയൊക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. എന്തൊക്കെ വേണോടാ? നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണിക്കുന്നത് എന്തായിരിക്കും? SSLC സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ SSLC സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ EWS ആണ് നിങ്ങളെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ആധാർ, നമ്മുടെ ID പ്രൂഫ് ആയിട്ട് നമ്മൾ ആധാറിന്റെ 2 വശങ്ങളും കേട്ടോ, ബോത്ത് സൈഡ്സ് ഓഫ് ദ ആധാർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആധാറിന്റെ 2 വശങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ OBC ആണെങ്കിൽ OBCയുടെ സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാരാണെങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, പിന്നെ നോൺ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്കൊക്കെ നോൺ ക്രീമി ലെയർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രൊഫൈലിൽ കൃത്യമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ജനറലി നമുക്ക് ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുൻകൂറായിട്ട് ഒരു കാര്യം പറയാണ്, ഫോണിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക.
ഓക്കെ, നമ്മുടെ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ഫോണിൽ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു എളുപ്പ പരിപാടി എന്നുള്ള രീതിയിൽ ഫോണിൽ തന്നെ നമ്മൾ PDF ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും നമ്മളൊരു സാധാരണ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും നമ്മുടെ ഫോണിലെ ആ ഒരു ക്ലാരിറ്റി ആയിരിക്കില്ല. ഫോണിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് ആ ഇമേജ്, ആ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. പക്ഷെ ഇതൊരു സിസ്റ്റത്തിൽ, ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഇതിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് മെച്ചപ്പെട്ട ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് വരും. അപ്പൊ നമുക്ക് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്, അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ PSC വെബ്സൈറ്റിൽ പോവുക. നമുക്കറിയാലോ, നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും അതായത് ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം കേട്ടോ. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക അല്ലെ. നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഫോട്ടോ, അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രൊഫൈൽ വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ വിൻഡോയിൽ നിന്നും നമ്മൾ ആദ്യം, ഇപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണെങ്കിൽ ഇവിടെ പ്രൊഫൈൽ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അതിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫൈൽ മെസ്സേജ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഏതേത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് PSC മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ നമുക്ക് ഏതാണോ ആപ്ലിക്കബിൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ പ്രൊഫൈൽ മെസ്സേജ് വന്നു. നമ്മൾ എവിടെ പോണോടാ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, മൈ പ്രൊഫൈലിന്റെ ഇവിടെ കണ്ടോ, മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ, മൈ പ്രൊഫൈലിൽ പോവുക. അപ്പൊ മൈ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്തു. മൈ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്തത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും പോവുക. ഇവിടെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് കാണും, പ്രൊഫൈൽ കറക്ഷൻ എന്നുള്ളത് കാണും, കറക്ഷൻ ഹിസ്റ്ററി എന്നുള്ള 3 ഓപ്ഷൻസ് കാണും. നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വേണ്ടത് ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ പോവുക. അവിടെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നൊരു ഒരു ഭാഗം കാണും, അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അവിടെ പോവുക, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. അവിടെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ പറയും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. എന്തൊക്കെ കാണൂടാ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏത് പരീക്ഷയാണോ നമ്മൾ എഴുതിയത്, ഏത് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമ്മളിവിടെ LDC ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ഏതായിരിക്കും, SSLC സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, രണ്ടാമതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ പേര്, പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും. പേഴ്സണൽ ഡീറ്റെയിൽസിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമാകാൻ വേണ്ടിയിട്ട് PSC ചോദിക്കുന്നത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ, ആധാർ അല്ല. ആധാർ ID പ്രൂഫിലാണ് വരുന്നത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലും പേഴ്സണൽ ഡീറ്റെയിൽസിലും നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാ പരീക്ഷകൾക്കും പേഴ്സണൽ ഡീറ്റെയിലിൽ നമ്മൾ എന്താണ് SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ് പേരിന്റെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെയും പ്രൂഫ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. പിന്നുള്ളത് നമുക്ക് ID പ്രൂഫ് ആണ്. ഓക്കെ, ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാറിന്റെ ഇരുവശങ്ങളും, ബോത്ത് സൈഡ്സ് ഓഫ് ദ ആധാർ കാർഡ് നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് കഴിയുമ്പോൾ അതിന്റെ താഴെ കൊണ്ട് കേട്ടോ നമ്മൾ ഒരു 2 സ്ലൈഡിലായിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ലറ്റിക്സിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെയിറ്റേജുകളോ അങ്ങനെ സ്പോർട്സ് കോട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് EWS NCL കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, അതൊക്കെയാണ്. ഇവിടെ 2 ഭാഗങ്ങളുണ്ട് കേട്ടോ, ജനറൽ സർട്ടിഫിക്കറ്റ്സും സ്കാൻഡ് ഡോക്യുമെന്റ്സും. അതിൽ ആദ്യം നിങ്ങൾ പോകേണ്ടത് ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളതിനാണ്. അപ്പൊ നമ്മൾ ആദ്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ എന്താ അപ്ലോഡ് ചെയ്യുക, SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ എവിടെ പോവുക, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിനകത്ത് വീണ്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും കൃത്യമാണോ എന്ന് നോക്കുക. അവിടെയും പ്രൂഫായിട്ട് SSLC സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുക. അത് കഴിയുമ്പോൾ ID പ്രൂഫ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിന്റെ ഇരുവശങ്ങളും കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക.
അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എടുക്കുക. ജനറൽ സർട്ടിഫിക്കറ്റ്, എടാ ഈ ജനറൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇതാണല്ലോ നമുക്ക് അത്യാവശ്യം. ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോവുക. കണ്ടോ, ഇവിടെ EWS സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണും. ഇപ്പൊ നിങ്ങൾ EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ NCL ആണെങ്കിൽ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നോൺ ക്രീമി ലെയർ, ഇപ്പൊ OBC ആണെങ്കിൽ അങ്ങനെ, SC ST ആണെങ്കിൽ അതത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെയായിരിക്കും സർട്ടിഫിക്കറ്റുകളെ നമുക്ക് ഡോക്യുമെന്റുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ കണ്ടോടാ, നമ്മൾ ജനറൽ സർട്ടിഫിക്കറ്റിൽ പോകുമ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. ഇങ്ങനെ ഒരു വിൻഡോ വരും. ആഡ് എ ന്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പുതിയൊരു വിൻഡോ നമുക്ക് വരുവേ. അവിടെ കണ്ടോ ഡോക്യുമെന്റ് ടൈപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ് ബോക്സ് ആണ്. താഴേക്ക് ഒരു ആരോ ചിഹ്നം കാണിച്ചിട്ടുള്ള ഒരു ഡ്രോപ്പ് ബോക്സ് വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പ് ബോക്സിൽ കുറെ സർട്ടിഫിക്കറ്റ്സിന്റെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത്, ഇപ്പൊ EWS ആണെങ്കിൽ EWS എന്ന് എടുക്കുക, നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നോൺ ക്രീമി ലെയർ എന്നുള്ളത് എടുക്കുക, OBC ആണെങ്കിൽ OBC, അല്ലെങ്കിൽ SC ST ആണെങ്കിൽ അങ്ങനെ അത് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സർട്ടിഫിക്കറ്റിന് ഒരു ഇഷ്യൂ നമ്പർ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തൊരു ഇഷ്യൂ നമ്പർ ഉണ്ടായിരിക്കും. ആ ഇഷ്യൂ നമ്പർ നമ്മൾ അടുത്ത ബോക്സിൽ കൊടുക്കുക. ഇഷ്യൂ ഡേറ്റ്, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ നമുക്കത് തന്ന ഡേറ്റ്, ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതിലുണ്ടാകും, അതവിടെ കൊടുക്കുക. പിന്നെ ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞ ഏത് അതോറിറ്റിയാണ്, ഇപ്പൊ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അങ്ങനെ, അപ്പൊ ഏത് അതോറിറ്റിയാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അവരുടെ പേരും ഡെസിഗ്നേഷനും എവിടെ കാണും, സർട്ടിഫിക്കറ്റിന്റെ താഴെ കാണില്ലേ, അത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ എന്തൊക്കെയാടാ കൊടുക്കേണ്ടത്, നമ്മൾ ജനറൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആഡ് എന്ന് കൊടുത്തിട്ട് ഏത് ഡോക്യുമെന്റ് ആണ്, ഡോക്യുമെന്റ് ടൈപ്പ് കൊടുക്കുക, ഇഷ്യൂ നമ്പർ, സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കൊടുക്കുക, ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക, ഇഷ്യൂ ചെയ്ത അതോറിറ്റി ആരാണ് വിത്ത് നെയിം ആൻഡ് ഡെസിഗ്നേഷൻ നമ്മൾ അവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത് കൊടുത്തു. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു, ആദ്യം നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനകത്ത് SSLC എന്നുള്ളത് ആഡ് ചെയ്തു. അതേപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിനകത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും ഒക്കെ നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ അതിനും SSLC ആണ് അറ്റാച്ച് ചെയ്യേണ്ട പ്രൂഫ് എന്ന് പറയുന്നത്. ID പ്രൂഫിനകത്ത് നമ്മൾ ആധാറാണ്, നമ്മൾ ആധാറിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ കൊടുക്കേണ്ടി വരിക, അതൊക്കെ കൊടുത്തു. ഇനി ഇതെല്ലാം ചെയ്തു. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നോക്കിയേടാ, അടുത്തത് വീണ്ടും നമ്മള് പ്രൊഫൈലിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും എന്ത് വരും, അതേക്ക് ഇവിടെ കണ്ടോ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്താണ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അവിടെ കൊടുത്തത്. ഇനിയാണ് നമ്മൾ ഇതിനെയൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലാകുന്നോ? അപ്പൊ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു വിൻഡോ വരും. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ മെൻഷൻ ചെയ്തത് ആ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ പേരിന്റെ സൈഡില് ഇതേപോലെ പ്ലസ് ചിഹ്നങ്ങൾ ഉണ്ടാകും. കണ്ടോ, ഇവിടെ കണ്ടോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCLC നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ EWS ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലസ് സിമ്പൽ വരും. അതേപോലെ തന്നെ ഒരു പ്ലസ് സൈൻ വരും. പിന്നെ ID പ്രൂഫിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കണ്ടോ, നമ്മൾ ആധാറിന് നേരത്തെ കൊടുത്തില്ലേ, അപ്പോൾ അതിനൊരു പ്ലസ് സൈൻ വരും. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലസ് സൈൻ വരും. അതേപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിനൊരു പ്ലസ് സൈൻ വരും. അപ്പൊ നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ സൈഡിൽ ഒരു പ്ലസ് സിമ്പൽ വരും. പ്ലസ് സിമ്പൽ വന്നാൽ അവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ EWSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് വിചാരിക്കുക. അപ്പൊ കണ്ടോ, EWS സർട്ടിഫിക്കറ്റ് ഇവിടെ പ്ലസ് സിമ്പൽ വന്നിട്ടുണ്ട്. ഞാൻ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ കണ്ടോടാ ചൂസ് ഫയൽ, അതായത് ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജി ലോക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാലോ, ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആപ്പാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആധാർ, പാൻ കാർഡ്, സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഡിജി ലോക്കറിൽ നിന്ന് നേരിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ ഹാർഡ് കോപ്പി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ആ ഫയലും അപ്ലോഡ് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറെ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. ആദ്യം
ഇതിന്റെ റെസൊല്യൂഷൻ ആണ് 100 KB സൈസ് ആയിരിക്കണം. മാക്സിമം 100 KB വരെ നമ്മുടെ ഫയലിന്റെ സൈസ് പോകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ 500x500 എന്നുള്ളതായിരിക്കണം വിഡ്ത്തും ഹൈറ്റും 500x500 എന്നുള്ള റെസൊല്യൂഷനിലായിരിക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. 100 KB സൈസേ വരാൻ പാടുള്ളൂ. 500x500 എന്നുള്ള റെസൊല്യൂഷനെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റെസൊല്യൂഷനെ വരാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കണ്ടോ, ക്ലാരിറ്റി ആൻഡ് കറക്റ്റ്നെസ്, അതെ കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ഇമേജ് ആയിരിക്കണം. എന്തൊക്കെയായിരിക്കണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ ഇഷ്യൂ ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി. ഇപ്പൊ SSLC സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മൾ പാസ്സായ ഇയറും മന്തും ഒക്കെ കൊടുത്തിട്ടില്ലേ, അത്, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. അവരതൊക്കെ സൂം ചെയ്ത് തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷന് നമ്മൾ പോവില്ലേ, PSC ഓഫീസിൽ വെരിഫിക്കേഷന് ഡയറക്റ്റ് ചെല്ലുന്ന സമയത്ത് അവരതൊക്കെ എന്ത് ചെയ്യടാ, ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് സൂം ചെയ്ത് നോക്കും. അത് ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും പറഞ്ഞു വിട്ട് നമ്മൾ വീണ്ടും പോയി അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. മുൻപൊക്കെ ഇതിന് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അക്കാര്യത്തിലൊക്കെ നമ്മൾ പിന്നിലേക്ക് പോവാതിരിക്കണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണടാ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഈ വിട്ടും നമ്മൾ ഈ റെസൊല്യൂഷനും ഇതിന്റെ ഫയൽ സൈസും ഒക്കെ നമ്മൾ നോക്കി തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്, നമ്മൾ ആ ഫയലിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫയലിനെ അപ്ലോഡ് ചെയ്തു. നമ്മൾ ആ ഫയലിനെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് ബോക്സ് കണ്ടു, ഒരു ഡിക്ലറേഷൻ ആണ് കേട്ടോ. ആ ഡിക്ലറേഷന്റെ ആ ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഇവിടെ ആഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പൊ എനേബിൾ ആകും. ആഡ് ഡോക്യുമെന്റ് കൊടുക്കുക. നമ്മുടെ ആ ഡോക്യുമെന്റ് അപ്ലോഡ് ആയി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് നമ്മൾ കൊടുത്ത EWSഉം നമ്മുടെ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ OBC SC ST സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെയും നമുക്ക് ആധാർ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ മക്കളെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ LDC മെസ്സേജ് വന്നവരൊക്കെ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നവരൊക്കെ എന്ത് ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട അനുബന്ധ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഒരു കഫേയിൽ, ഒരു ഇന്റർനെറ്റ് കഫേയിലൊന്നും അല്ല പോകുന്നത്, നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാണ് എന്നാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ റെസൊല്യൂഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ റെസൊല്യൂഷൻ എങ്ങനെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ധാരാളം വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഒരു ഫയലിന്റെ റെസൊല്യൂഷൻ നമ്മൾ സൈസ് ആയിക്കോട്ടെ, വിഡ്ത്ത് ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്ന ധാരാളം വെബ്സൈറ്റുകൾ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈസ് റിഡ്യൂസർ എന്നോ വല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫയൽ സൈസ് റിഡ്യൂസർ എന്നോ മറ്റോ ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താലും മതിയാകും. സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി അറിയാവുന്ന ഒരാളുടെ സഹായം തന്നെ തേടാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഡേറ്റ് അല്ലെ, ഒരു 10 ദിവസം മാക്സിമം, ഒരാഴ്ച മുതൽ 10 ദിവസമായിരിക്കും മാക്സിമം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം സ്പാൻ PSC നമുക്ക് തരുന്നത്. അപ്പൊ ഈ 10 ദിവസം എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഒരാഴ്ച എന്ന് പറയുമ്പോൾ തലേ ദിവസം വരെ നോക്കി നിൽക്കരുത്. നേരത്തെ തന്നെ ഏതാണ് വേണ്ടത്, ഏത് സർട്ടിഫിക്കറ്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ കിട്ടാനുള്ളത്, അതിനൊക്കെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ നമുക്ക് SSLC നമ്മുടെ കയ്യിലുണ്ട്, ആധാർ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലാത്തത് ഏതാ, EWS ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്. അപ്പൊ ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നേ, വില്ലേജ് ഓഫീസിൽ നിന്നാ കിട്ടുന്നേ. EWS ആണെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ അവർ തരുമെന്ന് പറയും. അത് പോയി വാങ്ങിക്കുക. തിരക്കുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാലതാമസം സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയറും ആണെങ്കിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോഴും ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ OBC SC ST ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റും നമ്മുടെ ആധാറും അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയാകും. പക്ഷെ നോൺ ക്രീമി ലെയറിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നോൺ ക്രീമി ലെയറിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എന്താണ് പർപ്പസ് എന്നുള്ളത്, ഇപ്പൊ സ്റ്റേറ്റും സെൻട്രലും, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾക്ക് നോൺ ക്രീമി ലെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് പരീക്ഷകൾക്കും, നമ്മുടെ PSC പോലെ സ്റ്റേറ്റ് പരീക്ഷകൾക്കും എന്തുണ്ട്, നോൺ ക്രീമി ലെയർ ഉണ്ട്. അപ്പൊ അവർ ചോദിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിക്കും,
സ്റ്റേറ്റ് പർപ്പസ് ആണോ സെൻട്രൽ പർപ്പസ് ആണോ എന്ന്. കാര്യം ഇതിന്റെ രണ്ടിന്റെയും ഇഷ്യൂയിങ് അതോറിറ്റി രണ്ടാണ്. സെൻട്രൽ പർപ്പസ് ആണെങ്കിൽ തഹസിൽദാർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റേറ്റ് പർപ്പസ് ആണെങ്കിൽ വില്ലേജ് ഓഫീസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യം ഏതാ, നമ്മുടെ PSCക്ക് വേണ്ടിയിട്ടാണ്. സോ സ്റ്റേറ്റ് പർപ്പസ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് പർപ്പസ് ആണോ അതെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണോ, രണ്ട് കാര്യങ്ങൾ വരും. നമുക്കിപ്പോ എന്താ ആവശ്യം, എംപ്ലോയ്മെന്റ് പർപ്പസ് ആണ്. അപ്പൊ അതും കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യണം. അപ്പൊ സ്റ്റേറ്റ് ആണ്, എംപ്ലോയ്മെന്റ് പർപ്പസ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, നോൺ ക്രീമി ലെയർ എടുക്കുന്നത്. നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ അതും അക്ഷയ കേന്ദ്രം വഴി നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് എന്തൊക്കെയാണോ അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പൊ പേരൻസിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ ക്രീമി ലെയറിന് വേണ്ടി വരും. അതൊക്കെ നേരത്തെ സംഘടിപ്പിച്ച് വെച്ച് കൃത്യമായിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്ര ദിവസത്തിനുള്ളിൽ, എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ചോദിച്ചാൽ ഒരു 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടും, നോൺ ക്രീമി ലെയറും EWS ഒക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ അത് കൃത്യമായിട്ട് താമസം വരാത്ത രീതിയിൽ ഒരു 3 ദിവസത്തിനുള്ളിലൊക്കെ മിക്കവാറും കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഇഷ്യൂയിങ് അതോറിറ്റിയിലെ ആ ഓഫീസിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ അതിനെ ബന്ധപ്പെടുത്തിയിട്ടിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ, നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഒട്ടും വൈകാതെ തന്നെ എന്ത് ചെയ്യടാ, പോയി അപ്ലൈ ചെയ്യുക. അത് സർട്ടിഫിക്കറ്റ് കിട്ടുക ഉടനെ തന്നെ PSCയുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൃത്യമായിട്ട് ആ ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ പ്രൊഫൈലിൽ പോവുക, ആഡ് ഓർ വ്യൂ എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ID പ്രൂഫ്, ജനറൽ സർട്ടിഫിക്കറ്റ്സ്, ഈ 4 സംഭവങ്ങളും ഓപ്ഷൻസും എടുക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഒടുവിൽ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളതിൽ പോയി ഈ പറയുന്ന എല്ലാ പ്ലസ് ചിഹ്നം അവിടെ വന്നിട്ടുണ്ടാകും, അതെല്ലാം അപ്ലോഡ് ചെയ്തു പോവുക. കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻ അനുസരിച്ച് തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്ത കടമ്പ എന്താണോ, അടുത്തത് എന്താണ്, അടുത്ത ഘട്ടത്തിന് വേണ്ടി നമ്മുടെ അടുത്ത ഘട്ടം എന്താണോ ആ ഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് LDCയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർക്ക് ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. ആദ്യമായിട്ടൊക്കെയാണ് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു PSC യാത്രയിലുടനീളം ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. പരീക്ഷ ആയിക്കോട്ടെ, പരീക്ഷയുടെ തയ്യാറെടുപ്പുകളായിക്കോട്ടെ, പരീക്ഷയ്ക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടി, നിങ്ങൾ ആ ജോലിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കിട്ടി, നിങ്ങൾ അവിടെ എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും കംപ്ലീറ്റ് അസിസ്റ്റൻസുമായിട്ട് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പൊ ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്കും ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടെ ഞങ്ങൾ ഉണ്ടാകും. അടുത്തൊരു യൂട്യൂബ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.